ഷമേ, മനോരമയുടെ വോട്ട് കവല പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്നു. അവിടെ നടക്കുമ്പോൾ BJPയെ പ്രതിനിധീകരിച്ച് പ്രശാന്ത് ശിവൻ, CPMൻ്റെ പ്രതിനിധിയായി PM ആർഷോ, രണ്ടുപേരും രണ്ട് പാർട്ടികളെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നു. അപ്പോഴാണ് അവിടെ കൂട്ടയടി നടക്കുന്നത്. കൂട്ടയടി, വാക്കേറ്റം, പിന്നെ അത് സംഘർഷത്തിലേക്ക് മാറുന്നു. സാധാരണഗതിയിൽ ഇത്തരം പരിപാടികളിൽ അണികൾ തമ്മിലാണ് വാക്കേറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ വലിയ സംഘർഷത്തിലേക്ക് പോയതൊക്കെ ഉണ്ടെങ്കിൽ പോലും നിരന്തരം അങ്ങനെ ഉണ്ടാകുന്ന പരിപാടികളില്ല. പിന്നെ ചാനലുകൾക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ചില സാധനങ്ങൾ. എന്തായാലും വോട്ട് കവലയ്ക്ക് ശേഷം ആരോ ഒരാൾ എയറിലാണ്. ആരാണ് അയാൾ? സ്ഥിരം ആൾ തന്നെ, ഹർഷോ. അവിടെ സംഭവിച്ചത് ആ കോട്ട മൈതാനത്ത് നടന്ന വോട്ട് കവല എന്നുള്ള പരിപാടി, അത് അയ്യപ്പദാസ് അവതാരകനായുള്ള പരിപാടിയായിരുന്നു. എല്ലാ ചാനലും സംഘടിപ്പിക്കുന്നതാണ്. ഇത്തരം തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ചില സമയത്തൊക്കെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വരെ, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോൾ മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തും. ഇതുപോലെ തദ്ദേശ തിരഞ്ഞെടുപ്പാകുമ്പോൾ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടത്താറുള്ളത്. ചില വലിയ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടത്താറുണ്ട്. കോർപ്പറേഷനിൽ ആര് ജയിക്കും എന്നുള്ള രീതിയിൽ നടത്താറുണ്ട്. ഇങ്ങനെ പല പല ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ. ഇപ്പം പാലക്കാട് വലിയ കോർപ്പറേഷൻ വലിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. നിലവിൽ BJP ഭരിക്കുന്നു. പാലക്കാട് നഗരസഭ മൊത്തം 53 മണ്ഡലമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നത് 3 പേരുണ്ടായിരുന്നു. ഡയസിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ ഈ ഗോൾഡൻ പാലസിൻ്റെ അതുവഴി മൂത്താന്തറയിലേക്ക് എത്തുന്ന റോഡ്, ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ, ഇതാണ് അവിടെയുള്ള പ്രശ്നം. ആ ചർച്ചയിൽ അടിയുണ്ടാകാനുള്ള കാരണം അതാണ്. ആ റോഡ് വളരെ മോശമാണെന്നും ആ റോഡിൽ കൂടി ഒരു സൈക്കിൾ കൊണ്ടുപോയാൽ ആ സൈക്കിളിൻ്റെ റിമ്മ് വരെ ഒടിഞ്ഞു പോകും എന്നതായിരുന്നു ഈ LDFൻ്റെ വാദം. അങ്ങനെ ആയപ്പോൾ ഈ പ്രശാന്ത് ശിവൻ്റെ മറുപടി വന്നു. പ്രശാന്ത് ശിവൻ പറഞ്ഞു, ഈ മൂത്താന്തറയിൽ ശോചനീയാവസ്ഥ, മോശം അവസ്ഥയാണെങ്കിൽ എങ്ങനെയാണ് BJP അവിടെ ജയിക്കുന്നത് എന്ന രീതിയിൽ ഇദ്ദേഹം അവിടെ സംസാരിച്ചു. പിന്നെ സംസാരത്തിനിടയിൽ ഒരു സംഭാഷണം വന്നു. മൂത്താന്തറയിൽ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മുടി നീട്ടി വളർത്തും, നിങ്ങൾക്ക് വന്ന് ചേരയ്ക്കാൻ. ഇതാണ് ഒരു കാര്യം. അപ്പോൾ അവിടെ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മുഴുവൻ LDFൻ്റെ ഭാഗത്ത് ഇരുന്ന, മുൻനിരയിലിരുന്ന കാണികളാണ്. എപ്പോഴും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ ഇപ്പം 3 നേതാക്കൾ തമ്മിൽ സംസാരിക്കുന്നു. ഒരു നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കവേ എല്ലാവരും കൂടെ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന് ബഹളം ഉണ്ടാക്കുന്നു. മുൻനിരയിൽ LDFൻ്റെ ഭാഗത്തുള്ള എല്ലാവരും കൂടെ കയറി നിന്ന് ഫ്രണ്ടിലിരുന്ന് അത് കണ്ടറിയാൻ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും അപ്പുറത്ത് നിന്നും, അതായത് ആർഷയുടെ ഭാഗത്ത് നിന്നും മൂന്നാമിരുന്ന ആള്, അദ്ദേഹമാണ് കൂടെ എഴുന്നേറ്റ് നിന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരുന്നത്. അങ്ങനെ ഇതിനോട് ഇത്തരത്തിൽ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ഇതൊരു സിനിമയിലെ ഡയലോഗാണ്. ഇതിൽ ഒരു സിനിമയിലെ ഡയലോഗാണ്. ഭീമൻ രഘു പറഞ്ഞ ഒരു ഡയലോഗാണ് ഇത് പ്രശാന്ത് ശിവൻ അവിടെ പറഞ്ഞു. ഈ സമയത്തൊരു പ്രായമുള്ള മനുഷ്യൻ, അത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ആളാണ്, പ്രായമുള്ള മനുഷ്യൻ എണ്ണീറ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾ അൺപാർലമെൻ്ററി ആയിട്ടുള്ള വേർഡ്സാണ് ഇവിടെ ഉപയോഗിച്ചത്. പ്രശാന്ത് ശിവൻ അതിന് ചോദിച്ചു, എന്ത് അൺപാർലമെൻ്ററി ഞാൻ പറഞ്ഞു എന്നുള്ളതായിരുന്നു പ്രശാന്ത് ശിവൻ്റെ ചോദ്യം. ഇത് മലയാള സിനിമയിൽ വരെ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് പറഞ്ഞത് ശരിയല്ല എന്ന രീതിയിൽ അവിടെ വീണ്ടും LDFൻ്റെ അണികൾ വീണ്ടും അവിടെ എഴുന്നേറ്റ് നിന്ന് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അയ്യപ്പദാസ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതിൽ, പ്രശാന്ത് ശിവൻ പറഞ്ഞതിൽ ചിലർക്ക് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും പ്രശാന്ത് ശിവൻ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നേരെ ആർഷോയ്ക്ക് അവസരം കൊടുത്തു. ആർഷോയ്ക്ക് അവസരം കൊടുത്തപ്പോൾ ആർഷോ പറഞ്ഞു, ഒരു ജില്ലാ അധ്യക്ഷൻ സംസാരിക്കേണ്ട ഭാഷയാണോ ഇത് എന്ന രീതിയിൽ ആർഷോ സംസാരിച്ചു. പ്രശാന്ത് ശിവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതിൽ ഒരു മോശക്കേടുമില്ല, നിങ്ങൾ പറഞ്ഞ എടോ എന്ന് വിളിച്ചു, അല്ലല്ല, എടി ഒരു ജാതി അധിക്ഷേപം മുമ്പ് ആർഷോ നടത്തിയിട്ടുണ്ട്. നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞതിൻ്റെ
രീതിയിൽ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഉം, ഉം, ഇതാണ് അവിടെ പ്രശാന്ത് ശിവൻ അപ്പോൾ പറഞ്ഞത്. പ്രശാന്ത് ശിവൻ ഇപ്പോൾ ആർഷോ പറയുന്നൊരു കാര്യം, ആർഷോയ്ക്ക് ലഭിച്ച 2 അവസരത്തിലും ഇടപെട്ടു എന്ന് പറയുന്നു. ആർഷോയ്ക്ക് 2 അവസരം ലഭിച്ചപ്പോഴും ഈ പ്രശാന്ത് ശിവനെ ഈ പറഞ്ഞ മുൻനിരയിലെ ആളുകൾ മൊബൈൽ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഓ, ഏതാ അവിടെ ഒരു സംസാരമുണ്ടായി. പാലക്കാട് നഗരസഭയിൽ 53-ൽ 10 സീറ്റെങ്കിലും ജയിക്കുകയാണെങ്കിൽ, ഈ സംസാരത്തിന്, അതായത് ആർഷോ സംസാരിക്കുന്നതിന് മുമ്പാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ഇയാളെന്ന് പറഞ്ഞു, ക്ഷമിക്കണം, ആരെയും അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞത് 53-ൽ 10 സീറ്റെങ്കിലും CPM ജയിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കാണിച്ചത്, ഇത് ഞാൻ അവസാനിപ്പിക്കും, അതായത് രാഷ്ട്രീയം ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഫ്രണ്ടിലിരുന്ന LDFൻ്റെ CPMൻ്റെ അണികൾ പറഞ്ഞു, ഞങ്ങൾക്കിത് റെക്കോർഡ് ചെയ്യണം. ഒരു മൊബൈൽ ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ ആർഷോ സംസാരിക്കാനുള്ള അവസരമാണ്. ആർഷോയ്ക്ക് അനന്തരം അവസരം നിഷേധിക്കപ്പെട്ടു. അപ്പോൾ ഈ പ്രശാന്ത് ശിവനാണെങ്കിൽ പെട്ടെന്ന് പ്രകോപിതനാവും. അദ്ദേഹം വീണ്ടും ഇത് ആവർത്തിച്ച് പറഞ്ഞു. അയ്യപ്പദാസ് ഇടപെട്ടു. അയ്യപ്പദാസ് പറഞ്ഞു, ഇദ്ദേഹം ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആർഷോയിലേക്ക് പോകുമ്പോഴാണ് ആർഷോ പറഞ്ഞത്, ഒരു ജില്ലാ അധ്യക്ഷനെ സംസാരിക്കുന്ന രീതിയല്ല എന്ന രീതിയിൽ സംസാരിച്ചത്. ഇവർ തമ്മിൽ ഇത് പറഞ്ഞ് RSSൻ്റെയും BJPയുടെയൊക്കെ സ്വഭാവം ഇതാണെന്ന് ഇതോടുകൂടി പാലക്കാട് നഗരസഭയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു എന്നൊക്കെ ആ രീതിയിൽ സംസാരിച്ചു. ഇവർ തമ്മിൽ തർക്കമായി, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവർ രണ്ടുപേരും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി അവിടെ നിൽപ്പുണ്ട്, ഇതിനരികിലേക്ക് വന്നു. രണ്ടുപേരും വന്നു, പ്രശാന്ത് ശിവനും വന്നു, ഈ ആർഷോയും വന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ കൈകുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. പ്രശാന്ത് ശിവൻ ഇങ്ങനെ കൈകുത്തി നിൽക്കുന്നു, ആർഷോയുടെ അപ്പുറം നിൽക്കുന്നു. ഇതിൻ്റെ നടുക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കണം. അതെ അതെ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. സൗമ്യമായ പെരുമാറ്റം. ഇതോടുകൂടി പ്രശ്നമായി. ആർഷോയുടെ കയ്യിൽ ആ സമയം മൈക്കുണ്ട്, ഈ പ്രശാന്ത് ശിവന്റെ കയ്യിൽ മൈക്കില്ല. ഇവർ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഈ ഡയസൊക്കെ മാറി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി മുഖാമുഖമായി. അതിനിടെ പ്രശാന്ത് ശിവൻ ഇങ്ങനെ ഒന്ന് തള്ളി. പിന്നെ ആർഷോയെ കണ്ടിട്ടില്ല. പിന്നെ ആർഷോയെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അങ്ങ് പോയി, അപ്പുറം പോയി. അതിനെ യോജിക്കുന്നില്ല. അണികൾ തമ്മിലാവാം, അണികൾ തമ്മിൽ അങ്ങനെയൊക്കെയുള്ള അണികൾ തമ്മിലും ആവാൻ പാടില്ല. ആശയപരമായിട്ടുള്ള സംവാദമേ, പിന്നെ സംവാദം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആശയപരമായിരിക്കണം. കായികപരമായി ഏറ്റുമുട്ടൽ ശരിയല്ല, പ്രത്യേകിച്ചും നേതാക്കന്മാർ തമ്മിലുള്ള തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കും. പിന്നാലെ ഈ അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയിലേക്ക് പോയപ്പോഴത്തേക്ക് പോലീസ് ഓടിയെത്തി ഈ BJPയുടെ പ്രവർത്തകരെ ബാക്കിലോട്ട് മാറ്റി, CPMൻ്റെ പ്രവർത്തകരെയും മാറ്റി. കോൺഗ്രസിന്റെ പ്രവർത്തകർ നമ്മൾ ഈ കളിക്കില്ല എന്ന രീതിയിൽ, നമ്മൾ പൃഥ്വിരാജിന്റെ സിനിമയിൽ നമ്മളിതിലില്ല, കണ്ടാൽ മതി എന്ന രീതിയിൽ അവരോരത്തോട് മാറി നിൽക്കുകയും ചെയ്തു. ഇതാണ് അവിടുത്തെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം. മൂത്താന്തറയുമായി ബന്ധപ്പെട്ടുണ്ടായ സംസാരത്തിൽ തുടങ്ങി 10 സീറ്റ് പോലും CPM ജയിച്ചാൽ ഞാൻ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. ആർഷോ അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡ്സ് ഈ പ്രശാന്ത് ശിവൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞു. പ്രശാന്ത് ശിവൻ പറഞ്ഞു, എടി ഡാഷ്, നിനക്ക് തന്തയില്ലാത്ത കൊച്ചുങ്ങളെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് അടിവയറ്റിൽ ചവിട്ടിയ താൻ പറഞ്ഞതിൻ്റെ അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആർഷോ പ്രകോപിതനായി, പ്രശാന്ത് ശിവനും പ്രകോപിതനായി. രണ്ടുപേരും ആ കോൺഗ്രസിൻ്റെ പ്രതിനിധി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ നോക്കേണ്ടതായിരുന്നു, വിട്ടുപോയി, ക്ഷമിക്കണം. അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തത് നമ്മളത് എന്താ പറയുക, അത് കിട്ടാഞ്ഞതുകൊണ്ട് അദ്ദേഹം ആ കളിയിലില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയസിലേക്ക് എത്തുന്നു രണ്ടുപേരും കൂടെ. അതിനുശേഷം പ്രശാന്ത് ശിവൻ പിടിച്ചു തള്ളുന്നു. ആർഷോ ആ ഒരു വേദിക്ക് വെളിയിൽ പോകുന്നു. അവിടുന്ന് പിന്നെ ഒരു സൗണ്ടും കേട്ടു. അത് ഇനി മൈക്ക് തട്ടി വീണതാണോ എന്നറിയില്ല, ഒരു സൗണ്ടും ആ സമയത്ത് കേൾക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്രശാന്ത് ശിവൻ പറയുന്നുണ്ട്, ഞാൻ മൂത്താന്തറയിലേക്ക് ഈ ഗോൾഡൻ പാലസിൻ്റെ അതിലെ നിങ്ങളുടെ മനോരമയുടെ യൂണിറ്റിനെയും പിന്നെ ഇപ്പോൾ ഈ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന CPMൻ്റെ പ്രതിനിധികളെ അണികളെയും അടക്കം ഞാൻ കൊണ്ടുപോകാം, നിങ്ങൾ ഈ പറഞ്ഞത് അവിടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രശാന്ത് ശിവൻ ചോദിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ ഇത്തരം ചർച്ചകൾ നടത്തുന്നത് സംഘർഷത്തിലേക്ക് നയിക്കുകയുള്ളൂ, സംഘർഷത്തിലേക്കേ പോവുകയുള്ളൂ. കാര്യം വാശിയേറിയ പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് അണികൾ ഏത് രാഷ്ട്രീയ പാർട്ടികളുടേതായാലും അണികൾ പ്രകോപിതരായി നിൽക്കും. പിന്നെ ഇത്തരം പരിപാടികൾ നടത്താൻ ഏറ്റവും നല്ല സമയം
രാവിലെയാണ്. ഉം. വൈകുന്നേരം അതെ അതെ, അത് ശരിയാണ്. വൈകുന്നേരം ശരിയല്ല. വൈകുന്നേരം രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ടല്ലേ വരുത്തുള്ളൂ. അതെ, വൈകുന്നേരം അത് നടത്താൻ പാടില്ല. വൈകുന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് പ്രകോപിതരാകുന്ന സമയമാണ്. ഈ സമയത്ത് ഇത് ഈ സന്ധ്യാസമയത്ത് ഇത് നടത്താൻ പാടില്ല, അപകടം ചെയ്യും, വളരെ ദോഷം ചെയ്യും. വൈകിട്ട് വീര്യം കൂടും. അതെ, വളരെ ദോഷം ചെയ്യും. ആ സമയത്ത് ഇപ്പം എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അന്നേരം ഈ രാഷ്ട്രീയം കുറച്ചൊക്കെ രാഷ്ട്രീയം തലയിലുണ്ടെങ്കിലും അന്നേരം അത് എക്സ് ആകും, ഉം. ഗുണനച്ചിഹ്നം അതെ. ഇരട്ടിക്കും. ഉം. അതാണ് അതിൻ്റെ സമയം. അതൊട്ടും എന്താ പറയുക പ്രായോഗികമായിട്ടുള്ള അല്ലെ ഒട്ടും ബുദ്ധിപരമായിട്ടുള്ള ഒരു നടപടിയല്ല. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ട് കൂട്ടരുടെയും അണികൾ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ തമ്മിൽ തല്ലുകയാണ്. ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്ന ആർഷോയുടെ ഒരു പോസ്റ്റ് വന്നു. ചാണകത്തിൽ ചവിട്ടരുത് എന്ന് മാത്രമല്ല, ചാണകത്തെയും ചവിട്ടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒഴിവാക്കണം അല്ലേ? ഒഴിവാക്കണമെന്നാണ് ആർഷോ പറഞ്ഞിരിക്കുന്നത്. ആർഷോ രാവിലെ ഒരു മാധ്യമവുമായിട്ട് സംസാരിച്ച ആർഷോ പറയുന്നത് സംയമനത്തോടുകൂടിയാണ് ഞാൻ പെരുമാറിയത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പലയിടത്തും ഈ സംയമനം വിട്ടുപോയിട്ടുള്ള ആളാണ്. പലയിടത്തും സംയമനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ സംയമനത്തിൻ്റെ പാതയിലായിരുന്നു എന്നാണ്. ആർഷോ വെള്ളരിപ്രാവുകളെ വീട്ടിലേക്ക് വാങ്ങിയതെന്ന് അറിയില്ല. സമാധാനത്തിൻ്റെ ദൂതന്മാരായിട്ടുള്ള വെള്ളരിപ്രാവുകളെ ആർഷോ പലപ്പോഴും ഉണ്ട്. പക്ഷേ ഈ കാര്യം കാണിച്ചതും ശരിയല്ല. ഇത്തരത്തിൽ പെരുമാറാനും കാരണവശാലും കാര്യം രാഷ്ട്രീയ നേതാക്കൾ ഇപ്പം ഞാനും ജോണേട്ടനും ഇവിടെ കിടന്ന് ആ റോഡിൽ കിടന്ന് രണ്ടടി കൂടി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതിന് അത്രേ കാര്യമേ ഉള്ളൂ. രണ്ടുപേര് തമ്മിൽ തല്ലുന്നു, അത് കഴിഞ്ഞു. പക്ഷെ അതുപോലെ അല്ലല്ലോ, വലിയ നേതാക്കൾ അങ്ങനെ പാടില്ലല്ലോ. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവം കൂടി പറയാം. സോഷ്യൽ മീഡിയ ഇതിട്ട് അലക്കിയാണ്. എന്താണെന്നറിയില്ല, കോൺഗ്രസിൻ്റെ പേജുകളിലടക്കം ഈ ആർഷോയ്ക്ക് തല്ല് കിട്ടി എന്നുള്ള രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത്. ആർഷോയ്ക്കെതിരാണ് സോഷ്യൽ മീഡിയ ഭയങ്കര എതിരാണ് ആർഷോയ്ക്ക്. ആർഷോയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള എന്താ പറയുക ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ട്രോളുകളൊക്കെ മൊത്തം ആർഷോയ്ക്കെതിരാണ്. ആർഷോയുടെ മറ്റേ മീശമാധവനിൽ ജഗതിയും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി ഹനീഫയും കൂടെ പോകുന്ന ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് ആർഷോയെ ആ രീതിയിലേക്ക് ഒക്കെ പിള്ളേർ എന്താ പറയുക ഇങ്ങനെ ഇത് ചെയ്ത് വെക്കുമല്ലോ, എയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തോട്ടൊന്ന് വിളിച്ചാലോ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പണ്ട് കണ്ണൂരിൽ ഈ വലിയ തെരഞ്ഞെടുപ്പ് എന്താ പറയുക ശക്തമായ തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം നടക്കുന്ന സമയത്ത് പി ജയരാജൻ അന്ന് നമ്മുടെ ഈ ബാക്കിലൊരു ഈ നേതാക്കൾ നിൽക്കുന്നതിൻ്റെ ബാക്കിലൊരു ഫ്ലക്സ് വെക്കുമായിരുന്നു. പി ജയരാജൻ ഈ അവതാരകനായിട്ടുള്ള ഷാജഹാനോട് ഉടക്കി. ഷാജഹാനെ തെള്ളിത്തള്ളി കുറേ അണികളെല്ലാം തെള്ളിത്തള്ളി അങ്ങ് ഫ്ലക്സിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി. ഏഷ്യാനെറ്റിൻ്റെ ക്യാമറ ബാക്കിലേക്ക് പോകാൻ പറ്റിയില്ല. ക്യാമറ ബാക്കിലോട്ട് പോയിരുന്നെങ്കിൽ എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുമായിരുന്നു. പിന്നീടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ പുറകിൽ കൊണ്ടുപോയി മർദ്ദിച്ചു, അവതാരകനെ മർദ്ദിച്ചു എന്നുള്ളത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കസേര തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും കസേര വാരി എറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന സ്പീക്കറുകളൊക്കെ തല്ലി തകർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രണ്ട് നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇതാദ്യമാണ്. ഇതാദ്യം എനിക്ക് തോന്നുന്നില്ല ഈ ദൃശ്യമാധ്യമത്തിൻ്റെ ഹിസ്റ്ററിയിൽ ചരിത്രത്തിൽ എവിടെയും ഇതുപോലെ ഒരു ഇലക്ഷൻ സമയത്ത് പൊതുസ്ഥലത്തൊരു ചർച്ച നടത്തവേ രണ്ട് നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി നടത്തുന്നത് ഇതൊരു പക്ഷേ ആദ്യത്തെ സംഭവമായിരിക്കും. ഒട്ടും മാതൃകാപരവും അല്ല. ഒട്ടും മാതൃകാപരമല്ല. ആരും അത് അനുകരിക്കരുത്. ആരും അനുകരിക്കാൻ പാടില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ എടുത്തു വെച്ച് ആഘോഷിക്കാം. പക്ഷെ അത് ഉണ്ടാക്കുന്ന വിപത്ത് വലുതായിരിക്കും. കാര്യം ഇപ്പോൾ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പ്രതിഫലിക്കും. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാൻ തയ്യാറാവും. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുകയാണ്. എന്നാൽ അവിടെ വാടാ ഇവിടെ വാടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും ഈ പ്രശാന്ത് ശിവനെ ഈ എനിക്കൊന്ന് സന്ദീപ് വാര്യരാണെന്ന് തോന്നുന്നു, സന്ദീപ് വാര്യരോ അല്ലെങ്കിൽ മറ്റാരോ വെല്ലുവിളിച്ചപ്പോൾ ഇദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ പോയിട്ട് ബുള്ളറ്റൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്ന് BJP കൊടി കെട്ടി. BJP കൊടി കയ്യിലിരുന്ന് ഇതിനകത്ത് കെട്ടിവെച്ചു. അവിടെ കെട്ടിയെന്നല്ല, എൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു BJP കൊടി കെട്ടുന്ന. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്.
ഇത് ഒരു മല്ലയുദ്ധമൊന്നും അല്ലല്ലോ. അല്ലല്ല. മല്ലയുദ്ധം ഒന്നുമല്ല. പിന്നെ ഈ ആർഷയെ സംബന്ധിച്ചിടത്തോളം ആർഷയ്ക്ക് എതിരാവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ചില രീതികളാണ്. ചില രീതികൾ ആളുകൾക്ക് വല്ലാത്ത എതിർപ്പുണ്ടായിട്ടുണ്ട്. അത് CPM-ൻ്റെ പ്രവർത്തകരിലും ഉണ്ടായിട്ടുണ്ട്. ആർഷയെ അങ്ങനെ അംഗീകരിച്ചൊന്നും കൊണ്ടുപോകാൻ ചിലർ തയ്യാറല്ല. ചില നേതാക്കളും തയ്യാറല്ല, അണികളും തയ്യാറല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഈ സ്ഥാനത്ത് ഒരു കോൺഗ്രസിൻ്റെ പ്രതിയാണിത് ചെയ്തിരുന്നെങ്കിൽ പല ഓഫീസുകളും ഒന്ന് കത്തിയേനെ. അത് ശരിയാണ്. പല ഓഫീസുകളും ഇന്നലെ രാത്രി തന്നെ കത്തിച്ചേനെ. ശരി.